അധികം വർത്താനൊന്നും വേണ്ട, ഷാജിയോട് പോയിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ പ്രതിപക്ഷം പറയുന്ന സെന്റിമെന്റ്സ് മൂപ്പരെ അറിയിച്ചാൽ മതി. നാട്ടിലെ കല്യാണത്തിന് പോകുന്നുണ്ട്, കല്യാണം വേണ്ടി പോകുന്നുണ്ട്, ഇലക്ഷൻ പ്രചരണത്തിന് പോകുന്നുണ്ട്. എന്ത് മിനിസ്റ്ററോ അതിലാക്കണോ സർ? I have accepted മാസ് ഡയലോഗും കാച്ചി ഖാർഗെ. what to speak, when to speak, how to speak. ജോൺ ബിട്ടാസിന്റെ വക ഒരു ആണി കൂടി ലാസ്റ്റ് അടിച്ചു. First of all, thank you very much for directing the parliamentary affairs minister. മൂപ്പരുടെ ബാക്കിൽ ആരോ ഇരിക്കുന്നുണ്ടല്ലോ, നോക്കട്ടെ നോക്കട്ടെ. ഇത് പോക്കിരി രാജ്യയിലെ പോലീസുകാരൻ ഇടിവെട്ട് സുഗുണൻ. മൂപ്പര് ഭയങ്കരനാണ്, വെല്ലുവിളിക്കുകയും ചെയ്യും, ആളുകളെ ഭീഷണിപ്പെടുത്തും, കൈകാര്യം ചെയ്യും, ഭരിക്കും. പക്ഷെ മൂപ്പർക്ക് ഒരു പ്രത്യേക ഘട്ടത്തിൽ സ്റ്റേഷനിൽ പോകാൻ പറഞ്ഞപ്പോൾ തുള്ളൽ പനി ബാധിച്ചു എന്നും പറഞ്ഞ് കിടപ്പിലാണ്. സമാനമാണിപ്പോൾ നമ്മുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാജിയുടെ അവസ്ഥ. ഡൽഹിയിൽ ജന്തർ മന്ദിറിൽ വിദ്യാർത്ഥികളുടെ തലയും തല്ലിപ്പൊളിച്ച് വിദ്യാഭ്യാസ മന്ത്രിയെ കൊണ്ട് രാജിയും വെപ്പിച്ച ദില്ലി പോലീസിന്റെ തലതൊട്ടപ്പൻ ഷാജി പാർലമെന്റിൽ വരാതെ മുങ്ങി നടപ്പാണ്. തുള്ളൽ പനി പിടിച്ചിട്ടാണോ നമുക്കറിയില്ല. നാടൊന്നാകെ അമിത്ഷായെ അന്വേഷിക്കുകയാണ്. ലോക്സഭയും രാജ്യസഭയും പതിവ് പോലെ ഇന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ അന്വേഷിച്ചു. സഭയിൽ വരണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. സ്വന്തം ബില്ലും ചർച്ചയും ഒക്കെ നടന്നിട്ടും വിദ്യാർത്ഥികളുടെ തലതല്ലി പൊളിച്ച പോലീസ് പോയ വഴിയേ പോയതാണ് അമിത്ഷാജി. ധർമ്മേന്ദ്ര പ്രധാനെയും രാജിവെപ്പിച്ച് പിന്നെ ആ വഴിക്ക് കണ്ടിട്ടില്ല. രണ്ടാളെയും കണ്ടിട്ടില്ല കേട്ടോ, പ്രധാനമന്ത്രിയുമില്ല ഒപ്പം. രാജ്യസഭയിൽ ആഭ്യന്തരമന്ത്രി എവിടെയെന്ന ചോദ്യം ഇന്ന് ഉയർന്നു വന്നു. ആഭ്യന്തരമന്ത്രി ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷം ചോദ്യോത്തരവേളയിൽ പ്രതിഷേധം ഉയർത്തി. പ്രതിപക്ഷം വിടണ്ടേ, പക്ഷെ ചെയർമാനും വിട്ടുകൊടുക്കുന്നില്ല. മന്ത്രിയോട് മറുപടി പറയാൻ അപ്പൊ തന്നെ പറഞ്ഞു. മൂപ്പര് കൺക്ലൂഡ് ചെയ്തതാണ്. അപ്പോ പിന്നെ അടുത്ത ആളെ വിളിച്ചു. ഓ, രാഘവ് ചദ്ദ. ആപ്പിന്റെയും കെജ്രിവാളിന്റെയും പേര് പറഞ്ഞ് വോട്ടർമാരെയും അണികളെയും പറ്റിച്ചു കൊടുക്കാൻ BJP-യിലേക്ക് കാലുമാറിയ ഛദ്ദ. മൂപ്പരിപ്പ എങ്ങനാ നേരെ ഉൾട്ടിയടിച്ച് മോദിയെ സ്തുതിക്കലായിരിക്കുമല്ലേ പരിപാടി? കാണാറേ ഇല്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കായിരുന്നു. എന്താ മൂപ്പര് പറയുന്നത്? എന്തോ ചികിത്സയുടെ കാര്യമാണ്. മൂപ്പർക്കാണ് ശരിക്കും ആദ്യം ചികിത്സ വേണ്ടത്, രാഷ്ട്രീയ കാലുമാറ്റ ചികിത്സ. പ്രതിപക്ഷം പ്രതിഷേധം അപ്പോഴും തുടരുകയായിരുന്നു. നമുക്ക് അതിലേക്ക് വരാം. ആഭ്യന്തരമന്ത്രി വരാത്തത് എന്താണ്? ആ കാര്യം ഉന്നയിക്കണം, അല്ലാതെ ഒരു ചർച്ചയും വേണ്ട. ഒടുക്കം പതിവ് പോലെ കിരൺ റിജിജു ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കി പ്രതിപക്ഷത്തെ വീഴ്ത്താൻ നോക്കി. ഒരു റൂൾ എടുത്തടിച്ചു. എന്ത് റൂള്? പാർലമെന്റിൽ ഒരാഴ്ചയിലധികമായി അംഗങ്ങൾ ആഭ്യന്തരമന്ത്രിയെ കാണാത്തതിന് പ്രതിഷേധത്തിലാണ്. വിദ്യാർത്ഥികളുടെ തലതല്ലി പൊളിച്ച ഡൽഹി പോലീസിന്റെ പരിപാടിക്ക് ഇതുവരെ ആഭ്യന്തരമന്ത്രി ഉത്തരം പറഞ്ഞിട്ടില്ല. സഭയിലും വരാറില്ല. അതിലും വലിയ റൂൾ ലംഘനമുണ്ടോ? അപ്പോഴാണ് റിജിജുജിയുടെ റൂള്. മൂപ്പര് നൈസായി പവൻ ഖേരയുടെ മെയ്ഡൻ സ്പീച്ചിനെ എന്നും പറഞ്ഞ് പ്രതിപക്ഷത്തെ കുരുക്കാൻ ഒരു നമ്പർ ഇട്ട് നോക്കി. ഹോം മിനിസ്റ്ററുടെ കാര്യം മിണ്ടാനേ വിടുന്നില്ല. ചെയറും ഇപ്പൊ പറ്റില്ല പിന്നെ എന്ന നിലപാടെടുത്ത് തൽക്കാലം തടി കഴിച്ചിലാക്കാനുള്ള അവസരമാണ് ഒരുക്കിയത്. പ്രതിപക്ഷം പോയിന്റ് ഓഫ് ഓർഡർ വിളിച്ചു. തിരുച്ചി ശിവ. 258. This is only a procedure, Shivaji. This is only a procedure. You give a notice, proper notice, I will call you on that subject. Please take your seat. അതും നടന്നില്ല. ചെയർ വിലക്കി. പ്രതിപക്ഷം പ്രതിഷേധം കനപ്പിച്ചു. This is not the way. You go back to your seat, I will call you. രക്ഷയില്ല കേട്ടോ. ചെയർ അടുത്തയാളെ വിളിച്ചു. Shriman Mahendra Bhatt. മഹേന്ദ്ര ഭട്ടോ? ഇതാര്? മൂപ്പർ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. നോക്കട്ടെ നോക്കട്ടെ. സ്വദേശി ദർശൻ യോജന, സ്വദേശി ദർശൻ 2 യോജന. ഇതാരാ? എനക്കറിയാലോ, ഓർമ്മ വരുന്നില്ലല്ലോ. ഒന്നും കൂടി നോക്കട്ടെ. ചുനൗത്തി ആധാരിത ഗന്തവ്യ വികാസ് യോജന. ഇത് നമ്മുടെ നടൻ MS തൃപ്പൂണിത്തറ പോലെ ഉണ്ട് കേട്ടാ. തെറ്റിദ്ധരിച്ചാണ്. ഞാൻ വിചാരിച്ചു തെറ്റിപ്പോയി. MS തൃപ്പൂണിത്തറ അല്ല, മഹേന്ദ്ര ഭട്ട്. മൂപ്പര് സംസാരിക്കുകയായിരുന്നു. ഷൗട്ട് ചെയ്താലൊന്നും കാര്യമില്ലെന്ന് CP രാധാകൃഷ്ണൻ ഉറപ്പിച്ചു പറഞ്ഞു. ഒടുക്കം കൺട്രോൾ ഇല്ലാത്ത ബഹളം തന്നെയും കൊണ്ടേ പോകുള്ളൂ എന്ന് മനസ്സിലാക്കി ചെയർ എണീറ്റ് നിന്ന് വിലക്കി. I have already called our honorable parliamentary affairs minister. He has given some speech. For that they want to put their view. You listen. Without listening to him, how come you know what he is going to speak? എന്നിട്ടും രക്ഷയില്ലാട്ടാ. അങ്ങനെ പ്രതിപക്ഷ നേതാവിനെ വിളിച്ചു. മല്ലികാർജുൻ ഖാർഗെ സംസാരിക്കാൻ വിളിച്ചു. अब रिजू से मुझे सीखना पड़ रहा है. अरे रूल मैं भी ले रहा ना, और आपके चेंबर में आके बोलते हैं, रोज वही लिख के आकर पढ़ते हैं.
റിജിജു പാർട്ടി രക്ഷിക്കാനുള്ള റൂള് മാത്രമല്ല ജനങ്ങൾക്ക് വേണ്ടിയുള്ള റൂളും പഠിക്കണം എന്നാണ് ഖാർഗെ പറഞ്ഞത്. ये अगर रूल्स नहीं पढ़ूंगा, अगर मेरा मैटर अगर नहीं पढ़ूंगा, क्या तुम DSO में पढ़ो? ഒടുക്കം എവിടെ എന്തു പറയണം എങ്ങനെ പറയണം എന്ന റൂള് കിരൺ റിജിജുവും BJPയും അല്ല നൽകേണ്ടത് എന്ന മാസ് ഡയലോഗും കാച്ചി ഖാർഗെ. अरे it is my right what to speak, when to speak, how to speak. എന്താണ് റിജിജുവിന്റെ റൂൾ? മെമ്പർമാരെ ഇൻസൾട്ട് ചെയ്യുന്നതാണോ? This is the rule book, and this rule book, what it says, you are insulting my member, and Pawan Khera, you took his name, and you are insulting him as if you are everything. And പറയേണ്ടതെല്ലാം പറഞ്ഞ് മർമ്മപ്രധാനമായ ആവശ്യത്തിലേക്ക് ഖാർഗെ എത്തി. ആഭ്യന്തരമന്ത്രി എവിടെ? പാർലമെന്റിൽ വരണം, അംഗങ്ങളുടെ അവകാശമാണ്. sir, just I want, we raised only genuine questions concerning to the country, concerning 140 crores people asked us question, and we are asking only Home Minister come, Prime Minister should come to a statement. ഏയ് അങ്ങനെയൊന്നും വരാൻ പറ്റൂല. മൂപ്പര് ഡൽഹി സംഭവത്തിന് ശേഷം തുള്ളൽ പനി പിടിച്ച് കിടപ്പാണ്. അങ്ങനെയൊന്നും സഭയിൽ വരാൻ പറഞ്ഞാൽ വരാൻ പറ്റില്ല. ഭരണപക്ഷ അംഗങ്ങൾ ക്ഷോഭിച്ചു, ബഹളം വെച്ചു. I request you, sir, you direct ഖാർഗെ വിട്ടില്ല, വന്നേ പറ്റൂ, എന്നാലേ ചർച്ചയ്ക്ക് തയ്യാറുള്ളൂ എന്ന് ഉറപ്പിച്ചു പറഞ്ഞു. now should come here, give their statement. We are ready to discuss. Now we are ready to discuss. Okay. And he should not make any comments. He has മാത്രമല്ല മന്ത്രിമാരുടെ അല്ലെങ്കിൽ അംഗങ്ങളുടെ ഉത്തരവാദിത്വവും അവകാശവും ഖാർഗെ ഓർമ്മിപ്പിച്ചു. in this house, this means the Rajya Sabha. There, the Jaitley ji himself said, disruption is a part of democracy, parcel of democracy. You can raise any questions which are relevant to the proceedings. Here, when we are asking, they are escaping. They are. That is not correct. No. That is not correct. Let him be. I will ask him to Sir, respond. why the Prime Minister is not coming? Why the Home Minister is not coming? ഒടുക്കം പ്രതിപക്ഷം പറയുന്നതിൽ കാര്യമുണ്ടല്ലോ എന്ന് ചെയറിനും തോന്നി തുടങ്ങിട്ടോ. I have already called Honorable Minister for Parliamentary Affairs to respond. റിജിജുവിനോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് അതിന്റെ മുന്നോടിയായിട്ട് ചോദിച്ചു. Okay, Whether he is an opposition member or ruling party, you cannot give direction to the chair. അത് ശരി, ചെയറിനോട് കമാൻഡ് ചെയ്യുന്നതും ഡയറക്റ്റ് ചെയ്യുന്നതൊന്നും അല്ല റിജിജു പ്രശ്നം. ആഭ്യന്തരമന്ത്രി അമിത്ഷാ സഭയിൽ വരുന്നില്ല, മൂപ്പരെ സഭയിലേക്ക് കൊണ്ടുവരുമോ? മൂപ്പരുടെ ബാക്കിൽ ആരോ ഇരിക്കുന്നുണ്ടല്ലോ, നോക്കട്ടെ. നമ്മുടെ സുരേഷ് ഗോപി അല്ലേ? മൂപ്പരവിടെ ഇരിപ്പുണ്ട്. മൂപ്പർക്ക് ഇപ്പൊ പ്രത്യേകിച്ച് ഡ്യൂട്ടി ഒന്നും ഇല്ലാത്തതുകൊണ്ട് മൂപ്പരവിടെ സമാധാനം ഇരുന്നോട്ടെ. അല്ല, റിജിജു പറയട്ടെ, ഹോം മിനിസ്റ്റർ വരും. My point is as per rule, but I'm sorry, the leader of the opposition did not quote any rule, did not mention any rule. He simply dictated the chair. റിജിജുജിയും ഭരണപക്ഷവും വെല്ലുവിളിച്ച് പ്രതിപക്ഷത്തെ തറവറ്റിക്കാൻ നോക്കി. അങ്ങനെ ഇരിക്കുമ്പോൾ ഇടുത്തി പോലെ ചെയർ ഒരാണി അങ്ങോട്ട് അടിച്ചു കൊടുത്തു. ആഭ്യന്തരമന്ത്രിയെ പ്രതിപക്ഷത്തിന്റെ സെന്റിമെന്റ്സ് അറിയിക്കണേ എന്ന് പറഞ്ഞു. now I request you to consider his request that he requested the Home Minister to come to the House. You represent it to it is his will. But you, as a Parliamentary Affairs Minister, you can echo the sentiments of the opposition to the HM. ശരിക്കും ഭരണപക്ഷം ഞെട്ടിപ്പോയി. അങ്ങനെയൊന്നും പറഞ്ഞുകൂടാ, നമ്മുടെ അമിത്ഷാജിയാണ് എന്നൊക്കെ അവർ തമ്മിൽ പറഞ്ഞു. മൂപ്പര് തീരുമാനിച്ചാൽ അത് അനുസരിച്ചോണം. ഇതിപ്പോ ആന്റി ക്ലൈമാക്സ് ആയിപ്പോയല്ലോപ്പാ. എന്താ ചെയ്യാ? എന്താ ഈ ചെയർ പറയുന്നത്? LOP has made a point, but we have a collective responsibility. He cannot dictate which minister to come on which date. No. We have a system. He is not dictating. No. അധികം വർത്താനൊന്നും വേണ്ട, ഷാജിയോട് പോയിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ പ്രതിപക്ഷം പറയുന്ന സെന്റിമെന്റ്സ് മൂപ്പരെ അറിയിച്ചാൽ മതി. നാട്ടിലെ കല്യാണത്തിന് പോകുന്നുണ്ട്, കല്യാണം വേണ്ടി പോകുന്നുണ്ട്, ഇലക്ഷൻ പ്രചരണത്തിന് പോകുന്നുണ്ട്. He's the Minister of State. എന്ത് മിനിസ്റ്ററോ അതിലാക്കണോ? Sir, ഡൽഹിയിലെല്ലാം ഇപ്പൊ ചുറ്റി നടക്കണ്ടല്ലോ. ജനം ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ട് പാർലമെന്റിൽ വരാൻ എന്താ ഇത്ര മടി? He is not dictating the terms. He put the sentiments of them
It is as the Honorable Minister for Parliamentary Affairs, you have to reflect the sentiments to the HM. That is my request. തുള്ളൽ പനിയൊക്കെ മാറിക്കോളും, നല്ല പുതപ്പ് പോച്ചിട്ട് വന്നാൽ മതി. ചെയർ ഒന്നുകൂടി വാൺ ചെയ്തു. I have accepted whatever they have. Now, എന്താ കഥ, എന്താ ഈ നാട്ടിൽ നടക്കുന്നത്? അമിത്ഷാജിയോട് ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടിയിട്ട് ചെയർ കൽപ്പിക്കുക. ഇതിപ്പോൾ ചെയറിൻ്റെ പണി പോകുമോ? പിന്നെ CP രാധാകൃഷ്ണൻ ആയതുകൊണ്ട് ഒരു ആശ്വാസം ഉണ്ടാവും, സീനിയർ ആണല്ലോ. എല്ലാം കഴിഞ്ഞ് ജോൺ ബ്രിട്ടാസിന്റെ വക ഒരു ആണി കൂടി ലാസ്റ്റ് അടിച്ചു. sir, I am calling only John Biltas. Please take your seat. I am calling John Biltas. Sir, 238, sir. Sir, first of all, What is the 238. 238. First of all, thank No, you. no. First of all, thank you very much for directing the Parliamentary Affairs Minister to ensure the. No need. So my point is, The House is getting adjourned to meet at 2:15 p.m. കിട്ടേണ്ടതെല്ലാം കിട്ടേണ്ട പോലെ കിട്ടിയപ്പോൾ റിജിജുജിക്കും ഭരണപക്ഷത്തിനും കാര്യം മനസ്സിലായി. ഒരർത്ഥത്തിൽ പ്രതിപക്ഷത്തിന്റെ വലിയ വിജയമാണ് രാജ്യസഭയിൽ ഉണ്ടായത്. ഇത്രനാളും ഡൽഹിയിൽ ജന്തർ മന്ദിറിൽ CJPയുടെ സമര അനന്തരം ധർമ്മേന്ദ്ര പ്രധാനൻ രാജിവെച്ചതിന് ശേഷം അമിത്ഷാജിയും പ്രധാനമന്ത്രിയും മുങ്ങി നടപ്പാണ്. ഒടുക്കം അമിത്ഷാജിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടായി. ചെയർ തന്നെ പറഞ്ഞു, ഈ കാര്യം മൂപ്പര് സഭയിലില്ല, പ്രതിപക്ഷത്തിന് പ്രശ്നമുണ്ടെന്നുള്ള കാര്യം അറിയിക്കാൻ പറഞ്ഞു. ഇനിയിപ്പോൾ അറിയിച്ചതിൻ്റെ റിസൾട്ട് എന്താണെന്നും കൂടി അടുത്ത ദിവസം പറയേണ്ടി വരുമല്ലോ. എല്ലാം കഴിഞ്ഞ് കേരളത്തിൽ ഈ പ്രശ്നമൊക്കെ അറിയിക്കാൻ വേണ്ടി ഇംഗ്ലീഷ് അറിയില്ല എന്നും പറഞ്ഞ് ജന്തർ മന്ദിറിലെ സമരത്തിൻ്റെ പേരിൽ ഒക്കെ BJPക്കാരും കോൺഗ്രസ്സുകാരും കൂട്ടമായി കൈകാര്യം ചെയ്യുന്ന റഹീം പാർലമെന്റിൽ ഇരുന്ന് ഒരു വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നു. അതും കൂടി കണ്ടോ. എത്ര ദിവസമായി പാർലമെന്റിൽ വന്നിട്ട് പുള്ളിക്കാരൻ? 14 ദിവസമായി. ഞങ്ങൾക്ക് ചർച്ച ചെയ്യണം, അദ്ദേഹം സഭയിൽ വരണം. ഇതാണ് പ്രതിപക്ഷം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഡൽഹിയിലുണ്ട് അമിത്ഷാ, പലപ്പോഴും പാർലമെന്റ് പരിസരത്ത് വന്നു പോകും, പക്ഷെ പാർലമെന്റിനുള്ളിൽ കയറില്ല. എത്ര ധിക്കാരമാണെന്ന് നോക്കൂ, ജനാധിപത്യ വിരുദ്ധമാണെന്ന് നോക്കൂ. പാർലമെന്റിനുള്ളിൽ അദ്ദേഹം വരുന്നില്ല, അക്കൗണ്ടബിൾ അല്ല എന്നതാണ് അദ്ദേഹത്തിന് നേരെയുള്ള ആരോപണം. ഇതിന്ന് ഏറ്റവും ഒടുവിൽ ചെയർ തന്നെ, ഉപരാഷ്ട്രപതി തന്നെ പറഞ്ഞിരിക്കുന്നു കിരൺ റിജിജുവിനോട്, നിങ്ങൾ പ്രതിപക്ഷത്തിന്റെ ഈ സെന്റിമെന്റ്സ് അദ്ദേഹത്തെ അറിയിക്കണം. അദ്ദേഹം വരികയോ വരാതിരിക്കുകയോ ചെയ്യട്ടെ, അത് അദ്ദേഹത്തിന്റെ ഇഷ്ടം. പക്ഷെ അദ്ദേഹത്തിന് ഈ സെന്റിമെന്റ്സ്, പ്രതിപക്ഷത്തിന്റെ സെന്റിമെന്റ്സ് അറിയിക്കണമെന്ന് ഏറ്റവും ഒടുവിൽ ബഹുമാനപ്പെട്ട ഉപരാഷ്ട്രപതിക്ക് തന്നെ രാജ്യസഭാ ചെയർമാൻ തന്നെ പാർലമെന്റിനുള്ളിൽ പറയേണ്ടി വന്നു. റഹീമിന്റെ പേരിൽ നടപടിയൊന്നും ഉണ്ടാവില്ലെന്ന് വിചാരിക്കാം. സൈനി ഘോഷ് പാർലമെന്റിൽ ഇരുന്നിട്ട് കാലുമാറിയതിന് ശേഷം റീൽസ് എടുത്ത് പരാതി വന്നപ്പോൾ നടപടിയൊന്നും എടുത്തിരുന്നില്ലല്ലോ. എന്തായാലും ഇനിയുള്ള ദിവസം എല്ലാ MP-മാരും ഇമാതിരി വീഡിയോ ചെയ്താൽ BJPയുടെ കാര്യം കുറച്ച് ബുദ്ധിമുട്ടിലാവും. ഇനി റിജിജുജി പോയി പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം പറയുമ്പോൾ ഷാജി എങ്ങനെ പ്രതികരിക്കുമോ എന്തോ. തുള്ളൽപ്പനി വന്ന ഞാൻ തുടക്കത്തിൽ കാണിച്ച പോക്കിരി രാജയിലെ ഇടിവെട്ട് സുഗുണൻ്റേതുപോലെ ആവുമോ എന്നുള്ളതാണ്. ആൻറ്റി ക്ലൈമാക്സിനൊടുവിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.